ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മാലതി ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര വിഷമമായിട്ടുണ്ടാവുമല്ലേ, അതുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്, നെഞ്ച് പൊട്ടിപ്പോകുന്ന വേദന തോന്നിയിട്ടുണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, 22 വർഷങ്ങൾക്ക് ശേഷം ഈ സത്യം കുഴി തോണ്ടി പുറത്തിട്ടവനെ എൻ്റെ കയ്യിൽ കിട്ടണം, അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുകയാണേ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ബാലചന്ദ്രൻ എന്താണാവോ തീരുമാനം എടുക്കാൻ പോകുന്നത്, എന്ത് എന്ത് തന്നെയായാലും ഡിവോഴ്സൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ പിള്ളേരാരെ കൂടെ നിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും പാലയിലേക്ക് പോകാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനാണ് കേട്ടോ. ബാലേന്ദ്രൻ ചെറുതായിട്ട് ഇങ്ങനെ മയക്കത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ശർമ്മയും വേറൊരു ഡോക്ടറും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, ഡോക്ടർ എനിക്ക് ബാലേന്ദ്രനെ കാണാനായിട്ട് എന്ന് പറയുമ്പോൾ, ശരി വരട്ടെ നോക്കട്ടെ, ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്ന് പറയുകയാണെ. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ല എന്ന് പറയാൻ കേട്ടോ, കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം പറയുന്നുണ്ട് ബാലേന്ദ്രനോട്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഇല്ല, വിഷമമൊന്നുമില്ല എന്ന് പറയുകയാണെ. അപ്പോൾ പറയും, സാരമില്ല, കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും. പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൾസിൻ്റെ കാര്യം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റർ ഡോക്ടർമാരോട് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ വൈഫ് പുറത്ത് നിൽക്കുന്നുണ്ട്, ബാലേന്ദ്രനെ കാണണമെന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറ്റി വിടത്തേന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, എനിക്ക് ആരെയും കാണണ്ടെന്ന് തന്നെ ബാലേന്ദ്രൻ പറയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഭാര്യയല്ലേ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ എന്താ കാണണ്ടെന്ന് പറഞ്ഞെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നു. ബാലേന്ദ്രൻ വേണ്ടാന്ന് പറഞ്ഞെന്ന് അവരോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവുകയാണേ. ഈ സമയത്ത് മനു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു വൈജയന്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, എന്തായി ആൻറ്റി, എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിവരം പറയാനായിട്ട് എന്ത് ചെയ്യാനാണ്, ആരെയും കാണാനില്ല, ഡോക്ടർമാർ രണ്ടാളും ICUലേക്ക് കയറി പോയിട്ടുണ്ട്, ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഡോക്ടർമാർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് നീങ്ങി നിൽക്കും. അപ്പോൾ വൈജയന്തി വന്നിട്ട് പറയാണ്, അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കാം. ബാലേന്ദ്രൻ്റെ നാളെ കൊണ്ടൊന്ന് നോക്കിക്കണം, നീ ജ്യോത്സ്യരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. എന്തായാലും ബാലേന്ദ്രൻ്റെ സമയം അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിന് ജാതകം നോക്കിയാൽ പോരെ. അപ്പോൾ മനു പറയും, എൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് എന്ന് പറയും. നീ പറഞ്ഞാൽ വിശ്വസിക്കൂല എന്ന് പറയും. ആണോ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാത്തത് ആൻറ്റി നോക്കണ്ട, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്തെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ ആൻറ്റി സംസാരിക്കാറുള്ളത്. മറ്റുള്ളവർക്ക് ഹർട്ടാവോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്നും നോക്കിയിട്ടല്ലല്ലോ ആൾക്കാരോട് ആൻറ്റി സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യ എങ്ങാനുമാണ് ആൻറ്റി അങ്കിളിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചെന്നുണ്ടെങ്കിലേ പിറ്റേ ദിവസം ദന്തസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും. ആണോ, അങ്ങനെയാണെങ്കിൽ നീ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണേ. അപ്പോൾ മനു ഒന്നും മിണ്ടൂല കേട്ടോ. അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യം പറയുകയാണ്, അതെ, ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ അലീന വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ ഓർത്തു നോക്കിയേ, അച്ഛൻ അവളെ തിരുവനന്തപുരത്ത് പോയി കണ്ടതിന് ശേഷമാണ് മരിച്ചത്. 2 വർഷം കൂടി ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു, എത്ര പെട്ടെന്നാണ് മരിച്ചത് എന്ന് ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? 2 വർഷം കൂടെ ജീവിച്ചിരിക്കുന്നു എന്ന് മനു ചോദിക്കുകയാണ്. അത് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ എന്ന് പറയട്ടോ, അതിനൊന്നും മറുപടി പറയുന്നില്ല. അത് മാത്രമല്ല, കടപ്പാട്ടൂർ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, രോഹിത്തിൻ്റെയും അതുപോലെ തന്നെ ഹരിയുടെയും സ്വഭാവം വരെ ചീത്തയായില്ലേ, അത് അലീന കാരനാണോ? പിന്നെ അല്ലാതെ അവൾ കാരണല്ലേ രോഹിത്തിൻ്റെയും അലീനയുടെയും സ്വഭാവം രോഹിത്തിൻ്റെ അലീനയല്ല, രോഹിത്തിൻ്റെയും ഹരിയുടെയും സ്വഭാവം ചീത്തയായത് അവൾ കാരണം തന്നെയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ കെടുക്കാൻ കാരണം അവൾ തന്നെയാണ്. ബാലേന്ദ്രൻ്റെ മനസ്സ് വിഷമിച്ചത് ഈ ഒരു കാര്യം ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയം മനു പറയുന്നുണ്ട്, അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അലീന തന്നെയാണ്. അതെ, അലീന തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ്. അവൾ നമ്മളെ വീട്ടിൽ വന്ന് കയറിയ ശേഷം ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ മനു പറഞ്ഞു, ഓ ഭാഗ്യം, മീനച്ചിലാറ്റിൽ വെള്ളം കയറിയത് അലീന സിങ്കിൽ വെള്ളം ടാപ്പ് തുറന്നിട്ടിട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, അത് ഭാഗ്യം എന്ന് പറയുകയാണെ. അപ്പോഴേക്കും ഡോക്ടർമാർ വരികയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതിനുശേഷം കയറി കാണേണ്ട കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പം തൽക്കാലം കാണണ്ടെന്നാണ് പേഷ്യൻ്റ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻറ്റിൻ്റെ അവസ്ഥയാണല്ലോ ഇപ്പം നമ്മൾ നോക്കുക, ആരെയും കാണണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ മറ്റേ ശർമ്മ ഡോക്ടർ പറയുകയാണ്, അതെ, മറ്റേ കുട്ടിയുടെ അലീന എന്ന് പറയട്ടോ. അപ്പോൾ അവൾ വീട്ടിൽ പോയി എന്ന് വൈജയന്തി പറയും. അപ്പോൾ ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട്, നല്ലൊരു കുട്ടി തന്നെയാണ് കേട്ടോ അത്, ഇങ്ങനത്തെ ഒരു സർവൻറ്റിന് കിട്ടാനേ ഭാഗ്യം ചെയ്യണം. അവൾ ആ കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ജീവൻ പോലും തിരികെ കിട്ടൂലായിരുന്നു. അവൾ കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത്, നിങ്ങൾ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ വൈജയന്തിക്കൊക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിനെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന
രേവതിക്കുട്ടിക്ക് ഫോൺ ചെയ്യാണേ. ചേച്ചി ചേച്ചി ഇന്ന് വരുന്നില്ലേ? ഇല്ല മോളെ, ഞാൻ വരുന്നില്ല. അതെന്താ ചേച്ചി വരാത്ത? ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ചേച്ചി. 2 മണിക്കൂർ സമയമല്ലേ വേണ്ടു. ഞാനും മാമച്ചനും കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരാം, ചേച്ചി ഇങ്ങോട്ട് പോരെന്ന് പറയും. അതല്ല മോളെ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോളോട് ഇവിടുന്ന് ബാലേന്ദ്ര സാറിനെ കാണാനില്ലാന്ന്. പിന്നെ സാറ് വന്നു എന്ന് പറയാം. ആഹാ വന്നാ? വന്നതേ നല്ല പോലെ കുടിച്ചിട്ടാണ് വന്നത്. കുടിച്ചിട്ടോ എന്ന് ചോദിക്കേണ്ട. കുടിച്ചിട്ടാണ് വന്നത്. മാത്രമല്ല ഇവിടെ ഹാളിലിരുന്ന് വരെ കുടിച്ചു. എന്നോടും മുത്തശ്ശിയോടൊക്കെ ദേഷ്യത്തിലാണ് പെരുമാറിയത്. അതിനുശേഷം കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണോ എന്ന് ചോദിക്കേണ്ട. കുഴഞ്ഞു വീണു. ഹാർട്ട് അറ്റാക്കാ. ഇപ്പോൾ ഹോസ്പിറ്റലാണ് മോളേന്ന് പറയട്ടോ. ആണോ? അയ്യോ, എന്നാലും സാരില്ല ചേച്ചി, അവിടെ അവരൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ചേച്ചി വിഷമിക്കുന്നത്? ചേച്ചി ഇങ്ങോട്ട് പോരെന്ന് പറയും. മോളെ ഇവിടെ ആരില്ലാത്തപ്പോൾ എങ്ങനെയാണ് മോളെ ഞാനിവിടെ ഉപേക്ഷിച്ചിട്ട് വരാം? കുട്ടികളിപ്പോൾ വരാറായി സ്കൂളിൽ നിന്ന്. പിന്നെ ഒരു കുട്ടികൾ മയക്കുമരുന്ന് വലിച്ച് നടക്കുന്നവരും ഏത് നേരം ഫോണിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് കുട്ടികൾ. ചേച്ചി എന്തിനാണ് അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചേച്ചി അവർ ചേച്ചിനോട് ഇങ്ങോട്ടും അങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറുന്നത്. മോളെ അവർക്ക് ഞാനും ആരും ഇല്ല എന്നല്ലേ അറിയുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ എന്ന് പറയുകയാണേ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ പറ്റില്ല മോളെ. മാത്രമല്ല ബാലേന്ദ്ര സാറിൻ്റെ വിവരമൊന്നും അറിയാതെ എങ്ങനെയാണ് വരിക? പിന്നെ സാറിനോട് യാത്ര പറയാൻ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, എന്തായാലും ചേച്ചി വരാത്ത വലിയ കഷ്ടമായി പോയി എന്ന് പറയും. പിന്നെ മുത്തശ്ശിയുടെ കാര്യം ആരും നോക്കും മോളെ? മുത്തശ്ശിയുടെ കാര്യം ഫോണില്ലേ, അവരെ വിളിച്ച് പറയും, അവരോട് പറയും നോക്കാനായിട്ട്. മോളല്ലേ, മോള് നോക്കിക്കോട്ടെ എന്നൊക്കെ രേവതിക്കുട്ടി പറയുകയാണേ. അപ്പോൾ അലിനെ പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ വീട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റൂല. മോളെ പിള്ളേർ വന്നു തോന്നുന്നുണ്ട്, മോള് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും ബബിയും കൃഷ്ണമോളും വരികയാണ്. അപ്പോൾ ഫോൺ ബെല്ലടിച്ചിട്ട് തുറക്കാതെ ആകുമ്പോൾ വാതിലൊന്ന് തള്ളി നോക്കുമ്പോൾ തുറന്നിട്ടിരിക്കണേ. അപ്പോൾ ചേച്ചി എന്താ വാതിൽ ലോക്ക് ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണേ. അത് ഞാൻ ഇത്ര നേരം സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അതുകൊണ്ടാണ് വാതിൽ ലോക്ക് ചെയ്യാതെന്ന് പറയും. പിന്നെ പറയുന്നുണ്ട്, അത് മോളറിഞ്ഞോ അച്ഛൻ വന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് വലിയ സന്തോഷമാണ്. അച്ഛൻ വന്നോ എന്ന് ചോദിക്കാം. അച്ഛൻ വന്നു, പക്ഷേ തിരിച്ചു പോയതുപോലെയല്ല തിരിച്ചു വന്നത്. എന്താ? അച്ഛൻ നല്ലോണം കുടിച്ചിട്ടൊക്കെയാണ് വന്നത്. കുടിച്ചിട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ കൃഷ്ണമോളും ബബിയും. അപ്പോൾ കുടിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് കുടിച്ച് എന്നോടും മുത്തശ്ശിനോടൊക്കെ ഇത്തിരി പരിക്കായിട്ടാണ് പെരുമാറിയത്. ദേഷ്യത്തിലാണ് പെരുമാറിയത്. എന്നിട്ട് അച്ഛൻ കുഴഞ്ഞു വീണോ? അതെ. എന്നിട്ട് അച്ഛൻ ഹോസ്പിറ്റലാണ് ഇപ്പോൾ എന്ന് പറയും. എന്നിട്ട് ആരാ കൊണ്ടുപോയതെന്ന് ചോദിക്കും. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആംബുലൻസ് വിളിച്ചു, ഡോക്ടർ ശർമ്മനെ വിളിച്ചു, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പറയും. അപ്പോഴേക്കും ബാബി പറയും, ഞാൻ അമ്മനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. അമ്മ ഇപ്പോൾ എവിടെയാ? ഹോസ്പിറ്റലാണോ ചോദിക്കാൻ കേട്ടോ. അച്ഛൻ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ, നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. ഞങ്ങളോട് അലീന പറഞ്ഞു. അവൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. ആംബുലൻസ് വിളിച്ചതൊക്കെ അവളാണെന്ന് പറഞ്ഞു. പറഞ്ഞു. ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയത് അലീനയാണെന്ന് പറഞ്ഞു. അത് നുണയാണോ അമ്മയെന്ന് ചോദിക്കണേ ബബി. നുണയൊന്നുമല്ല, കൊണ്ടുപോയി. അതിപ്പോൾ ആർക്കാ പറ്റാത്തത്? മുത്തശ്ശേരിയിൽ ഫോൺ കൊടുത്താൽ മുത്തശ്ശി വിളിക്കൂല ആംബുലൻസ്. അപ്പോൾ കൃഷ്ണമോൾ ഫോൺ മേടിച്ചിട്ട് പറയും, അമ്മേ അലീന ചേച്ചിയുടെ കുറ്റം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വിളിച്ചത്, ഞങ്ങൾ അച്ഛൻ്റെ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, അത് പറയാം അമ്മ എന്ന് പറയും. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ICUവിലാണ്. അപ്പോൾ അമ്മ എവിടെയാണ്? ഞാനിവിടെ പുറത്ത് നിൽക്കുകയാണ്, അച്ഛൻ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് വെറുതെ? എനിക്ക് തന്നെ ഇതുവരെ കാണാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ബബി പറയുന്നുണ്ട്, ബബിയല്ല കൃഷ്ണമോള് പറയും, ഒരു കാര്യം ചെയ്യും ബബി ചേച്ചി, മനുവേട്ടനെ വിളിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് മനുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ബബി. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഗ്രേസമ്മനെ മാമച്ചനെ രേവതിക്കുട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അലീന ചേച്ചി ഇന്നും വരില്ല, ഇന്ന് വിഷമത്തോടുകൂടി പറയും. എന്താ എന്ന് ചോദിക്കും. അതെ, അവിടുത്തെ സാറില്ലേ, സാറ് കുഴഞ്ഞു വീണോ? എന്നിട്ട് ഹാർട്ട് അറ്റാക്കാ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മാമച്ച TV ഒക്കെ ഓഫ് ചെയ്യുന്നു. ഹാർട്ട് അറ്റാക്കോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് എന്താ, നീ വിവരമൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. ചോദിക്കാൻ എന്താ, ഹാർട്ട് അറ്റാക്കാണ്, ഹോസ്പിറ്റലാണ്, അതിൽ കൂടുതൽ എന്ത് ചോദിക്കാനാന്ന് പറയട്ടോ. അയാൾ എന്നാലും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണല്ലോ, എന്നെപ്പോലെ എന്ന് പറയുകയാണേ. അപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ രേവതിക്കുട്ടിയും അതുപോലെ ഗ്രേസമ്മയും. അപ്പോൾ എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അല്ല, രേവതിക്കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഈ ആരോഗ്യമുള്ള ആൾക്കാരെന്ന് പറയണതേ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരെയാണോ ആരോഗ്യമുള്ളതെന്ന് പറഞ്ഞ്, അതോ അസുഖങ്ങളില്ലാത്ത ആളോ എന്ന് ചോദിച്ചിങ്ങോട്ട് കളിയാക്കാൻ കേട്ടോ മാമച്ചനെ. മാമച്ചൻ പറഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല അങ്കിളിപ്പോൾ എത്ര അസുഖങ്ങളുണ്ട് എന്ന് ചോദിക്കട്ടോ. അല്ല ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്ന് ചോദിക്കും. അപ്പോഴും മാമച്ചനൊന്നും പറയുന്നില്ല കേട്ടോ. അതേ ഗ്രേസമ്മേ, ഇവള് നമ്മളെ രോഗിയായിട്ടാണ് കേട്ടോ കാണുന്നത്, നീ നോക്കിക്കോ, ഇവള് നമ്മളെ രോഗിയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. പിന്നെ കാണിക്കുന്നത്
നമ്മളെ വൈജയന്തിനെയും മനുവിനെയും തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു നിനക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ബാലേന്ദ്രൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ളൊരു കാരണം? അപ്പോൾ മനു പറയും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും ഞാൻ അലീലയോട് ചോദിച്ചു നോക്കി. പക്ഷേ അപ്പോൾ അവളെന്ത് പറഞ്ഞു ചോദിക്കും. അതെ, അങ്കിള് റൂമിൽ ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് കയറി പോകുന്നത് വരെ നോർമലായിരുന്നു, അങ്കിള് ഹാപ്പി ആയിരുന്നു. പക്ഷെ തിരികെ വന്ന ആള് വേറെയാണെന്നാണ് പറഞ്ഞത്. മുത്തശ്ശിനോട് പോലും ബഹുമാനമില്ലാണ്ടാണ് പെരുമാറിയെന്ന് പറയുമ്പോൾ വയറ്റിൽ കിടക്കുന്ന കള്ളായിരിക്കും സംസാരിച്ചതെന്ന് വൈജയന്തി പറയും. അപ്പോഴേക്കും അവിടുത്തെ സിസ്റ്റർ വന്നിട്ട് പറയും ഒരാൾക്ക് കയറി കാണാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ ഞാൻ കാണാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി വേഗം തന്നെ ചാടി കയറി പോകാൻ പോകുമ്പോൾ സ്ത്രീകൾ വേണ്ടാന്നാണ് പേഷ്യൻ്റ് പറഞ്ഞത്. അതെന്താ അങ്ങനെ? അത് പേഷ്യൻ്റ് അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയും. അപ്പം മനു പറയും ഞാൻ പോയി കാണാൻ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് മനു വരികയാണ് കേട്ടോ. മനു വന്നിട്ട് അങ്കിളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ, ഇരിക്കുന്നൊന്നുമില്ല. എന്തേടാ നീ എന്നെ കാണാൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയും. എന്ത് കിടപ്പാ അങ്കിൾ ഇത് എന്ന് ചോദിക്കും. നല്ല കിടപ്പല്ലേ, രാജകീയം എന്ന് പറയും. എന്താ അങ്കിൾ ഇത് എന്ന് ചോദിക്കും. അപ്പോൾ നീ എന്തായാലും നീ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് മനോട് ഇരിക്കുകയാണ് കേട്ടോ. മനു ഇരിക്കുന്നുണ്ടെങ്കിലും മനു ഒന്നും പറയുന്നില്ല കേട്ടാ. അങ്കിളിനെ തന്നെ ഇങ്ങനെ നോക്കിക്കാണ്. നീ എന്താടാ എന്നോടൊന്നും ചോദിക്കാത്തത് എന്ന് പറയും. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ചോദിക്കാനുണ്ട്, പക്ഷേ അങ്കിള് ഇപ്പോൾ റെസ്റ്റിലല്ലേ, അപ്പോൾ നീ എന്തോരം ചോദിച്ചാലും എനിക്ക് പറയാൻ മറുപടി ഒന്നുമില്ല എന്ന് പറയും. അപ്പം മനു പറയുന്നുണ്ട് ചോദിച്ചാൽ പറയാൻ മറുപടി ഇല്ലാണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് പറയാത്തത് എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാത്രിയായിട്ട് വൈജയന്തി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അലീനോട് ദേഷ്യത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ രോഹിത് അലീനയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാണ്. നീയേ നിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി, എന്നെ ഒലത്താൻ വരണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ട് പിന്നെ അലീനനെ കുറ്റം പറയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ വൈജയന്തിയോട് അലീന പറയുന്നുണ്ട് മക്കളെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കണം, എന്നാലേ അവർ നല്ല രീതിയിൽ വളരൂ എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേടി നിന്റെ തള്ള പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാനില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അലീനയുടെ അമ്മനെ കുറ്റം പറയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മുത്തശ്ശിനെയാണ്. മുത്തശ്ശി ഇങ്ങനെ വിഷമത്തോടുകൂടി പറയാണ് ഈ വീട് ഇപ്പോൾ സാധാരണ പോലെ ഒരു വീടൊന്നുമല്ല, ഇതൊരു നരകം പോലെയായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനാണ്. ബാലേന്ദ്രനോട് ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എപ്പോഴും ഒരു ശത്രു കൂടെ ഉണ്ടെന്ന് വിചാരിക്കണം, അതായത് ബാലേന്ദ്രൻ്റെ അസുഖത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. പിന്നെ വൈജയന്തി നേരെ ബാലേന്ദ്രൻ്റെ റൂമിൽ ചെന്ന് കയറുമ്പോൾ അവിടെ തോക്കിരിക്കുന്ന കാണുമ്പോൾ വൈജയന്തിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.